അങ്ങനെ സന്തോഷത്തിന് വേണ്ടി വീടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്ത കുറച്ച് മനുഷ്യര് വഴിയാധാരമായൊരു കഥ കൂടിയുണ്ട്. മലപ്പുറത്തുനിന്ന് വരുന്ന വാർത്തയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഭൂമി ഏറ്റെടുത്തിട്ടും വനം വകുപ്പ് തുക കൈമാറാത്തതിനാൽ പെരുവഴിയിലായി നവകിരണം പദ്ധതിക്കായി വീടും ഭൂമിയും വിട്ടു നൽകിയവർ. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ 51 കുടുംബങ്ങൾ തെരുവിലേക്കിറങ്ങേണ്ട ഗതികേടിലാണ്. ഭൂമി കൈമാറി 6 മാസത്തിനകം മുഴുവൻ തുകയും നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ലഭിച്ചത് ആദ്യ ഗഡു മാത്രമാണ്. സർക്കാർ വാക്ക് വിശ്വസിച്ച് പുതിയ വീട് വാങ്ങിയവരും കുടുങ്ങി. പണം നൽകാത്തതിനാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയാണ്. തങ്ങൾ ആത്മഹത്യയുടെ വക്കിലെന്ന് കുടുംബങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേട്ടുവരാം. നമ്മളിപ്പോൾ ഈ 2 കൊല്ലം മുന്നേ നമ്മളെ സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർ എഴുതി വാങ്ങി. അതിൽ 7 ലക്ഷം കിട്ടി. പിന്നെ അതിൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് വീട് സ്ഥലം വാങ്ങി. അതിൽ പൈസ 8 മാസം കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. അതിൽ 8 മാസം കഴിഞ്ഞപ്പോൾ 2 കൊല്ലമായി അത് പൈസ ബാക്കി കിട്ടിയില്ല. നമ്മളിപ്പോൾ വാങ്ങിയ വീട്ടുകാർ നമ്മളോട് ഇറക്കി വിട്ടു. ഞങ്ങൾക്ക് പോകാനൊരു അധീനമല്ല. അപ്പോൾ കുട്ടികളും മക്കളായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. 1.5 കൊല്ലം ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് വീട് കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഫസ്റ്റ് വീട് കിട്ടിയ ഒരു വീട് വാങ്ങിയാണ്. 16 ലക്ഷത്തിന് വീട് വാങ്ങി. ഏറെ കൊടുത്തു. അത് ഇനി ഏറെ കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഇപ്പോൾ അവർ പറയുന്നത് ഇന്നലെ വന്നിരുന്നു എൻ്റെ വീട്ടിൽ. അവിടെ ഞാൻ വാങ്ങിയ വീട്ടിൽ വന്നിരുന്നു. എന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ഞങ്ങൾക്ക് ഇറങ്ങി തരേണ്ടി വരും. പൈസ തിരിച്ച് തരൂല്ല. അതാ പറഞ്ഞത്. ഇനി കുട്ടികളെ ഇട്ടേക്കൊണ്ട് പോവുക അറിയില്ല. സ്ഥലം വരെയും ഫോറസ്റ്റ് പോയി. പിന്നെ ഇപ്പോൾ വാടകക്കാണ്. സുഖമില്ലാത്ത 2 മക്കൾ 2 പെൺകുട്ടികളെ 2 ഇനി ഒരിറങ്ങി പോകാൻ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകും? ഒരു 5 സെൻറ്റ് ഉണ്ടായിരുന്നത് ഇത് ഫോറസ്റ്റ് എഴുതി വാങ്ങി. 15 ദിവസം കൊണ്ട് നമ്മളെ വീടും പൊളിക്കാൻ പറഞ്ഞു. അതും പൊളിച്ചു കൊടുത്തു. എന്നാലാണ് 2ാം ഗഡു പൈസ കിട്ടുള്ളൂ എന്ന്. ഇപ്പം 2 വർഷമാവാനായി. 1.5 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള പൈസ പോകുകയും ചെയ്യും, കിട്ടൂല. ഇനി ഈ 7.5 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വീടും സ്ഥലവും വാങ്ങും? തെരുവിക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പേരെയും പൊളിച്ച് പോയിപ്പോൾ ഞാൻ വാടകയ്ക്കാൻ കളപ്പാടുക്കട്. ആരുമില്ല, കെട്ടിയോനും ഇല്ല, ആമക്കളും ഇല്ല, ആരുമില്ല. ഞങ്ങൾ സ്ഥലവും പേരെയും വാങ്ങിയിട്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. ഇവർ തന്ന പൈസയിൽ പിന്നെ ഇതായിട്ടില്ല. ഞങ്ങളാകെ ഇപ്പം കഴിഞ്ഞ 15-ാം തീയതി ഞങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതും എഗ്രിമെൻ്റ് പ്രകാരം പോലിപ്പം ഇറങ്ങാൻ പറയുന്നുണ്ട് പേരെയെന്ന്. ഞങ്ങളാകെ കടക്കണിയില്ല. ഇതെന്താണ് പ്രേക്ഷകർക്കെന്ന് ഞാൻ വിശദമാക്കാം. ഈ നവകിരണം പദ്ധതി എന്ന് പറയുന്നത് ഈ വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി കിഫ്ബിയുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു പദ്ധതിയാണ്. വനമേഖലയ്ക്ക് പരിസരത്ത് താമസിക്കുന്നവരും വനമേഖലയ്ക്കുള്ളിൽ താമസിച്ചു വന്നിരുന്നവരുമായ ആളുകളെ ട്രൈബൽ ഇതര, അതായത് ആദിവാസി ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പുനരധിവാസം കൊടുക്കാനുള്ളൊരു പാക്കേജ് ആയിരുന്നു അത്. അവരെ അവിടെ നിന്ന് മാറ്റി കുടിയിറക്കി പുതിയൊരു സ്ഥലത്തേക്ക് പോയി അതിനുള്ള പൈസ കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ ആളുകളാണ് ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുന്നത്. വനവകുപ്പിന് കൊടുക്കാൻ പൈസയില്ല അത്രേ. അപ്പോൾ വീട് വിട്ടിറങ്ങിയവരാരായി? അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. അഷ്കർ അലി, സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിരുന്നു നവകിരണം പദ്ധതി. ഞാൻ മനസ്സിലാക്കുന്നത് 160 ഏക്കറോളം ഭൂമി ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് വിവിധ ഇടങ്ങളിൽ. പക്ഷേ ഗുരുതരമായ അനാസ്ഥയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വീട് വിട്ടിറങ്ങിയ മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലേക്കാണോ? അഷ്കർ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. അങ്ങേയറ്റത്തെ ദയനീയാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന മനുഷ്യരായിട്ടാണ് അവരൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം അവരുടെ ജീവിതാവസ്ഥ തന്നെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്തുള്ള ഏകദേശം 51 കുടുംബങ്ങളാണ് ഇവർ. ഈ 51 കുടുംബങ്ങളും ഇത്തരത്തിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന 2 സെൻറ്റും 5 സെൻറ്റും അടക്കം അങ്ങനെ 10 സെൻറ്റ് ഭൂമി വരെ ഇവർക്ക് സർക്കാർ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവർക്ക് എത്ര സെൻറ്റ് ഭൂമിയാണെങ്കിലും ഇവർക്ക് സർക്കാർ നൽകുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. വീടും സ്ഥലത്തിനും അടക്കം നൽകുന്ന തുക. ആ 15 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി 7.5 ലക്ഷം രൂപ ഇവർക്ക് ആ ഘട്ടത്തിൽ തന്നെ കൈമാറി. അതിനുശേഷം സർക്കാർ ഇവരോട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ വനംവകുപ്പ് പറഞ്ഞിരുന്നത്, നിങ്ങൾ താമസിക്കുന്ന വീടടക്കം പൊളിച്ച് നൽകി ആ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞാലേ ബാക്കി തുകയായിട്ടുള്ള 7.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് 15 ദിവസത്തിനകം നിങ്ങളത് പൊളിച്ചു നൽകണം. ഇത് വിശ്വസിച്ച് ഈ പാവം മനുഷ്യർ തങ്ങളിൽ കിടക്കുന്ന കിടപ്പാടം പൊളിച്ച് തങ്ങളുടെ ഭൂമി അടക്കം വനം വകുപ്പിന് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് ആ ഭൂമി വിട്ടിറങ്ങി. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവർ വാടക വീട്ടുകളിലും അതുപോലെ തന്നെ ആദ്യം ലഭിച്ച 7.5 ലക്ഷം രൂപ കൊണ്ട് ആദ്യം അഡ്വാൻസ് നൽകി പുതിയ വീടുകൾ താമസവും കൈമാറി. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി അതിൻ്റെ 2ാം ഗഡു ഇവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വാടക നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറി. മാത്രമല്ല പുതിയ വീട് വാങ്ങിയ ആളുകൾ അവർ എഗ്രിമെൻ്റ് വെച്ചത് സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് 6 മാസത്തിനകം ഈ പണം നൽകാമെന്നായിരുന്നു. നിശ്ചിത കാലാവധിക്കുള്ളിൽ ഇവർക്ക് പണം നൽകാത്തത് കൊണ്ട് പുതിയ വീട് വാങ്ങിയ ആളുകളോട് അടക്കം ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ മാർച്ച് മാസം 31-ാം തീയതിയാണ്
അവർക്ക് അവസാനമായി ഈ വീട്ടിൻ്റെ ഉടമസ്ഥർ നൽകിയിരിക്കുന്ന തീയതി, അതിനോടകം തന്നെ ആ പണം അവർക്ക് ബാക്കി തുക കൂടി നൽകിയിട്ടില്ലെങ്കിൽ നൽകിയ 7.5 ലക്ഷം രൂപയും പോകും. വീടും കിടപ്പാടും ഇല്ലാതെ കൃത്യമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഈ കുടുംബങ്ങളൊക്കെ ഉള്ളത്. കുട്ടികളും മക്കളുമായി അതുപോലെ തന്നെ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി ചികിത്സയ്ക്ക് കാത്തിരിക്കുന്ന ആളുകളുണ്ട്, ശസ്ത്രക്രിയകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്, ആരോരും തുണയുമില്ലാത്ത വയോധികരായ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെയൊക്കെയാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. വെറും 51 കുടുംബങ്ങളുടെ ഈ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ 51 കുടുംബങ്ങളുടെ 7.5 ലക്ഷം രൂപ വെച്ച് സർക്കാരെ സംബന്ധിച്ചിടത്തോളം 4 കോടി രൂപ താഴെ മാത്രം നിസ്സാരമായ തുകയായിരിക്കാം. പക്ഷേ ഈ മനുഷ്യരുടെ ജീവിതത്തിനാണ് ഇപ്പോൾ സർക്കാർ വില പറഞ്ഞ് കാത്തിരിപ്പിലേക്ക്. തീർച്ചയായിട്ടും കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അവർ ആശയേറ്റ് തുടങ്ങിയിരിക്കുന്നു. നവകിരണം എന്നാണ് പേര്. പ്രതീക്ഷയുടെ ഒരു ഇത്തിരി വെളിച്ചം, ഒരിത്തിരി അത്രയെങ്കിലും കൊടുത്താൽ മതി, അവർ ഹാപ്പി ആയതിന്. പക്ഷേ ഇത്തിരി വെളിച്ചമില്ല, ഇരുട്ട് കയറുന്നു എന്നാണ് ആ മനുഷ്യർ പറയുന്നത്. അവരെ ഇനിയും വെളിയിൽ നിർത്തരുത് എന്നാണ് നമുക്ക് സർക്കാരിനോട് അപേക്ഷയുള്ളത്. കയ്യിൽ കാശില്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകണമായിരുന്നു എന്നുള്ളതാണ് വളരെ ലളിതമായ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ.